Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾക്കായി ചാലിയാറിൽ തിരച്ചിൽ പൂർത്തിയായിട്ടില്ലെന്ന് ഫയർഫോഴ്സ് ഡിജിപി കെ പത്മകുമാർ. മുണ്ടേരിയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാലിയാറിന്റെ പല ഭാഗത്തുനിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനാൽ ഇവിടങ്ങളിൽ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റു ഭാഗങ്ങളിലും ഉണ്ടായേക്കാം. NDRF, പോലീസ്, വനം, ഫയർഫോഴ്സ് സേനകൾ തിരച്ചിൽ തുടരുകയാണ്. ഫയർഫോഴ്സിന്റെ 160 അംഗങ്ങൾ തിരച്ചിലിൽ പങ്കാളികളാകുന്നുണ്ട്. പുഴയിൽ വെള്ളം കുറഞ്ഞതിനാൽ ഫലപ്രദമായി തിരച്ചിൽ നടത്താനാകും. സൂചിപ്പാറ മുതൽ ചാലിയാറിന്റെ എല്ലാ ഭാഗത്തും മൃതദേഹങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഒഴുകിയെത്തിയ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും പുഴയിലും പുഴക്കരയിലും ഉണ്ടാവാൻ ഇടയുണ്ട്. നിറച്ച ഗ്യാസ് സിലിണ്ടറുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉണ്ടാകുന്നത് അപകട സാധ്യതയുണ്ടാക്കും. ഇതെല്ലാം കണ്ടെത്താനുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഗ്യാസ് സിലിണ്ടറെല്ലാം നിറച്ച ഗ്യാസ് സിലിണ്ടർ പലതുണ്ട്. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് അത് മാറ്റണമാവുന്നത്. ഓപ്പണായിട്ട് കിടക്കുന്നത്, നിറച്ച ഗ്യാസ് സിലിണ്ടർ കിടക്കുന്നതും ഒരു ഡേഞ്ചറാണ്. അപ്പോൾ ഇതിനെല്ലാം ജില്ലാ പോലീസ് തന്നെ അത് പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി അങ്ങോട്ട് വയനാട് ഭാഗത്തേക്ക് കൊണ്ടുപോയി. ആ ഭാഗത്തുള്ള ആൾക്കാരാണ് മുഴുവൻ നോക്കുന്നത്. ഇന്നിപ്പോൾ മഴ കുറച്ച് കുറഞ്ഞുകൊണ്ട് വെള്ളം കുറച്ചുകൂടെ വാട്ടർ ലെവൽ താണിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അകത്തോട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും. സെർച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏരിയൽ സെർച്ച് നടന്നിരുന്നു. ചോപ്പറിൽ സെർച്ച് നടന്നു. SP നേരിട്ട് പോയി ചെയ്തിരുന്നു. ഫോറസ്റ്റിന്റെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. സെർച്ചും ഇതെല്ലാം കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ തന്നെ 169 പേര് ഓൾറെഡി ഡ്യൂട്ടിയിലുണ്ട്. ഈ ദിവസങ്ങളിൽ പോലീസിന്റെ അതുപോലെ വലിയ ഡിപ്ലോയ്മെന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ സെർച്ച് കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷേ എവിടെ നിന്നൊക്കെ കിട്ടുന്ന നമ്മൾ വിചാരിക്കാത്ത പല സ്ഥലങ്ങളിൽ നിന്നാണ് ബോഡികൾ കിട്ടുന്നത്. അത് മമ്പാട് വരെ പോകുന്നുണ്ട്. ഒരുപാട് കിലോമീറ്റർ, എത്ര കിലോമീറ്റർ ഇവിടെ ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളാണ്. അത്രത്തോളം ദൂരത്തിൽ ഈ പുഴയിൽ ശക്തമായ ഒഴുക്കുകൂടി ഉണ്ടാവുന്നു. ആ സെർച്ച് കണ്ടിന്യൂ ചെയ്യും. മുണ്ടേരിയിൽ നിന്ന് മുകളിലേക്ക് വനമേഖലയിൽ തിരച്ചിലിന് പോയി തിരിച്ചിറങ്ങാൻ കഴിയാത്ത സന്നദ്ധ പ്രവർത്തകരെയും അവർ കണ്ടെത്തിയ മൃതദേഹവും വയനാട് ഭാഗത്തേക്ക് എത്തിച്ചതായി ജില്ലാ പോലീസ് മേധാവി S. ശശിധരനും പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, എടക്കര.